നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരിക്കലും ചെന്നൈ സൂപ്പർ കിങ്സിനെ എഴുതി തള്ളരുതെന്ന്. 2026 IPL സീസണിന്റെ തുടക്കത്തിൽ ആ പഴയ വാചകം പലരും മറന്നുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ IPL പോയിന്റ് പട്ടികയിൽ ചെന്നൈ വരുത്തിയ അട്ടിമറികൾ കണ്ട് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം അമ്പരന്നു നിൽക്കുകയാണ്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് മഞ്ഞപ്പട നടത്തുന്ന ഈ കുതിപ്പ് ഒരു ഫീനിക്സ് പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സമാനമാണ്. IPL 2026 തുടക്കം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട് പോയിന്റ് പട്ടികയുടെ ഏറ്റവും താഴെ 10ാം സ്ഥാനത്തായിരുന്നു CSK. ആ സമയത്ത് സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ചർച്ചകളിലും CSK പലരും പരിഹസിച്ചു. ഈ സീസണിൽ ചെന്നൈയുടെ കഥ കഴിഞ്ഞുവെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ടൂർണമെന്റിന്റെ ആദ്യ പകുതിയിൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് പഞ്ചാബ് കിങ്സിനെയും റോയൽ ചലഞ്ചേഴ്സിനെയും ബംഗളൂരുവിനെയും കുറിച്ചായിരുന്നു. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ ടീമുകളായി ഇരുവരും വാഴ്ത്തപ്പെട്ടു. ഈ 2 ടീമുകളും കിരീടത്തിലേക്ക് കുതിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിലൂടെയാണ് ഇപ്പോൾ ചെന്നൈയുടെ നിശബ്ദമായ ഗർജനം കേൾക്കുന്നത്. മഞ്ഞപ്പടയുടെ ഈ ഗംഭീര തിരിച്ചുവരവിന് ചുക്കാൻ പിടിച്ചത് അവരുടെ അവിശ്വസനീയമായ ബാറ്റിംഗ് നിരയാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ഒരു വശത്ത് വിശ്വസ്തനായി നിലയുറപ്പിച്ചപ്പോൾ മറുവശത്ത് സഞ്ജു സാംസൺ എന്ന ക്ലാസിക് ബാറ്ററുടെ വെടിക്കെട്ടുകൾ ചെന്നൈയുടെ സ്കോർ ബോർഡിന് ചിറകുമുളപ്പിച്ചു. സഞ്ജു സാംസൺ ഇന്ന് ചെന്നൈ ടീമിന്റെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. ഡൽഹിക്കെതിരെ പുറത്താവാതെ നേടിയ 87 റൺസും മുംബൈക്കെതിരായ വെടിക്കെട്ട് ഇന്നിംഗ്സും ഈ തിരിച്ചുവരവിന്റെ തിലകക്കുറിയായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പഴയ ധോണി മാജിക്കാണ് ആരാധകർക്ക് ഓർമ്മ വരുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ തളരാതെ സിക്സറുകൾ പായിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സഞ്ജുവിനെ പോലെ മറ്റൊരു താരം ഇന്ന് IPLൽ നിന്ന് പറയാം. ബാറ്റർമാർ ഒരുക്കിയ അടിത്തറയ്ക്ക് മുകളിൽ വിജയത്തിന്റെ കോട്ട കെട്ടിയത് ചെന്നൈയുടെ കരുത്തുറ്റ ബൌളിംഗ് പടയാണ്. സ്പിൻ മാന്ത്രികതയുമായി അഫ്ഗാൻ യുവതാരം നൂർ അഹമ്മദും വിൻഡീസ് താരം അക്കിൽ ഹുസൈനും എതിരാളികളെ വട്ടം കറക്കി. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളിൽ ഇവരുടെ സ്പെല്ലുകൾ എതിർ ടീമുകൾക്ക് പേടി സ്വപ്നമായി. പേസ് ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ അൻഷുൽ കാബോജും മുകേഷ് ചൌധരിയും ഒപ്പമുണ്ടായിരുന്നു. കൃത്യതയാർന്ന യോർക്കറുകളും വിക്കറ്റ് വീഴ്ത്തുന്ന സ്പെല്ലുകളും കൊണ്ട് അവർ എതിർ ടീമുകളെ നട്ടെല്ലൊടിച്ചു. മുംബൈക്കും ഡൽഹിക്കുമെതിരായ വിജയങ്ങളിൽ ഈ ബൌളർമാരുടെ പങ്ക് വളരെ വലുതാണ്. പഞ്ചാബും ബംഗളൂരുവും ഈ സീസൺ സ്വന്തമാക്കുമെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നിലൂടെയാണ് സാക്ഷാൽ സഞ്ജുവിന്റെയും ഋതുരാജിന്റെയും ഈ സംഘം വീണ്ടും മുന്നേറുന്നത്. ആദ്യ മത്സരങ്ങളിലെ തോൽവികളുടെ ആഘാതത്തിൽ നിന്ന് കുതറിമാറി വമ്പൻ ടീമുകളെ തകർത്തുവിട്ട് അവർ പോയിന്റ് ടേബിളിൽ കുതിച്ചുയർന്നു. 10ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ആദ്യ 4ൽ ഇടം പിടിക്കാൻ ചെന്നൈ തയ്യാറായി കഴിഞ്ഞു. IPL 2026 യഥാർത്ഥ ആവശ്യം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ചെന്നൈ അടിവരയിട്ട് പറയുന്നു. CSK ഇപ്പോൾ പ്ലേ ഓഫ് റേസിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. സഞ്ജു സാംസൺ ചെന്നൈയെ കിരീടത്തിലേക്ക് നയിക്കുമോ? ഈ സീസണിൽ CSK കപ്പടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും ആവേശകരമായ വാർത്തകൾക്കുമായി സ്പോർട്സ് ബീച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.